ഹായ്. എന്താണ് പേരെന്താണ്? ജാസ്മിൻ എന്നാണ് പേര്. ജാസ്മിൻ എന്നാണ് പേര്. ഇതിപ്പോ എത്രാമത്തെ വിളക്കാണ്? ഇത് ആറാമത്തെ പ്രാവശ്യം. ആറാമത്തെ വിളക്കാണ്. തുടർച്ചയായിട്ടുള്ള ആറാമത്തെ വിളക്ക്. ഇപ്പൊ എവിടെയാണ് സ്ഥലം? എവിടെയാണ്? പാലക്കാട്. പാലക്കാട് നിന്ന് ഇവിടം വരെ എത്തി. കൂടെ ആരൊക്കെ ഉള്ളത്? കൂടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇത്തവണ വന്നതിൽ ഒരു ഈ ഇവിടെ വരാനുണ്ടായ ഒരു റീസൺ എന്താണ്? ഇപ്പൊ എനിക്ക് ഇതുവരെ വന്നുള്ള എല്ലാ എൻ്റെ ആഗ്രഹങ്ങളും സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ആഗ്രഹം ഒരു ജോലി, ഗവൺമെന്റ് ജോലിയാണ്. അതുകൂടി സാധിക്കണം എന്നാണ് ആഗ്രഹം. പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, അതിന് പഠിക്കാൻ കൂടെ വേണം, അതിന് കഷ്ടപ്പെടാൻ കൂടെ വേണം. ഓക്കെ. ഇതാരാ മേക്കപ്പ് ഒക്കെ ചെയ്ത് തരുന്നത്? സ്വയം ചെയ്തതാ. സ്വന്തമായിട്ട് ചെയ്താ? അടിപൊളി. അപ്പോൾ അതിന് എത്ര സമയം എടുത്തിട്ടുണ്ടാവും? ഏകദേശം ഒരു 2 hours ആയിട്ടുണ്ടാവും. 2 hours എടുത്തു. എനിവേ സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഫലസിദ്ധി ഉണ്ടാവട്ടെ, ആഗ്രഹങ്ങൾ സാധിക്കട്ടെ, സന്തോഷം ഉണ്ടാവട്ടെ ലൈഫിൽ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളോട് സംസാരിച്ചതിനും ഇത്രയും നേരം ചിലവഴിച്ചതിനും താങ്ക് യു. അല്ല, ആദ്യത്തെ ഫസ്റ്റ് ടൈം. അതെ. അല്ല, ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിനെപ്പറ്റി അവർ ഓരോ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ എടുക്കണമെന്നുണ്ടായിരുന്നു. ആക്ച്വലി ഇപ്പോൾ ഇങ്ങനെ ഒരു സാരിയിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുള്ള ഈ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അത് എനിക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ഇതായിരുന്നു. ഞാൻ തന്നെയാണ് ഇങ്ങനെ ഇത് പറഞ്ഞത്. അതെ. നല്ല ബുദ്ധിമുട്ടുണ്ട്. സ്ത്രീകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട്. ഓ പിന്നെ ഒരുപാട് മനസ്സിലായി. ഒരുപാട് കഷ്ടപ്പെട്ടു ഈ ഒരു. നന്ദൻ. ആഗ്രഹങ്ങളൊക്കെ സാധിക്കണം, അതിനു വേണ്ടിയല്ലേ വന്ന്. ഹായ്, എന്താണ് പേരെന്താണ്? എൻ്റെ പേര് ആദിത്യൻ. ഇപ്പോൾ ഈ ഒരു ജനക്കൂട്ടം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ എന്തുകൊണ്ടാണ് ഞങ്ങളും വന്നതെന്ന്. തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ. അതെ, യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര കൂളായിട്ട് അടിപൊളിയായിട്ട് മേക്കപ്പ് ആയിട്ടുണ്ട്. ശരി, എന്താണ് ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഈ വിളക്കെടുക്കാൻ വരുന്നത്? ഇപ്പം ഞാൻ എൻ്റെ കൊച്ചിലോട്ട് എടുക്കുന്നതാണ്. പക്ഷേ ഇടയ്ക്കൊക്കെ എടുത്ത് തോന്നുന്നു. ഇപ്പം എറൗണ്ട് ഒരു 8 തവണ എടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് തവണ വന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഫലസിദ്ധി ഒക്കെ ഉണ്ടാവാറുണ്ടോ? ഉണ്ടാവാറുണ്ട്. ഈ തവണയും പുതിയൊരു ഫലസിദ്ധിക്കായിട്ടാണോ വന്നിരിക്കുന്നത്? എൻ്റെ പെങ്ങളുടെ പെങ്ങളുടെ പഠന ആവശ്യം. അല്ല, അത് പറയണ്ട, കാരണം അത് വലിക്കട്ടെ, അത് സന്തോഷിക്കട്ടെ, ആ ഒരു സന്തോഷം കിട്ടട്ടെ. അപ്പോൾ ഇതിപ്പോൾ കൊച്ചുനാൾ തൊട്ട് എടുക്കാൻ തുടങ്ങിയതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത് എത്ര നേരം എടുത്തു ഈ മേക്കപ്പ് ഒക്കെ? മേക്കപ്പ് ഒരു 2 hours. ആരാണ് ചെയ്തത്? എൻ്റെ അമ്മ ഇവിടെ സ്ഥലം നടത്തുന്നുണ്ട്. അടിപൊളി. അപ്പം അമ്മ തന്നെ. ആഹാ, സെറ്റ്. അപ്പോൾ എന്താണ്, വർക്ക് ചെയ്യണോ? അല്ല, സ്റ്റഡി 8ാം ക്ലാസ് പഠിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ, ഒരുപാട് സന്തോഷങ്ങളുണ്ടാവട്ടെ ലൈഫിൽ. ഞങ്ങളുമായിട്ട് സംസാരിച്ചതിന് നന്ദി. അപ്പോൾ താങ്ക് യു. ഹലോ. അങ്ങനെ ഇന്ന് നമ്മൾ കൊറ്റംകുളങ്ങര ഉത്സവത്തിൻ്റെ 2ാം ദിനത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ വന്ന ആദ്യത്തെ ഒരു സുന്ദരിയായിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോണത്. ആക്ച്വലി നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് കൂടിയാണ്. മാത്രമല്ല കഴിഞ്ഞ തവണ ഒരു മേക്ക് ഓവറിനകത്തും നമ്മൾ ചെറുതായിട്ടൊന്ന് കണക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ നേരിട്ട് നമ്മൾ കണക്റ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇതിപ്പോൾ എത്രാമത്തെ വിളക്കാണ്? ഇതിപ്പോൾ 4ാമത്തെ വിളക്കാണ്. ആക്ച്വലി ഇവിടെ വരുന്നവർക്കെല്ലാം ഫലസിദ്ധി ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നുണ്ട്. അമലിന് അത്തരത്തിലുള്ള ഫലസിദ്ധി ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും നടക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് വിളക്കെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നതിൻ്റെ ഈ ഒരു ഐതിഹ്യത്തിനെ പറ്റി ഐഡിയ ഉണ്ടോ? ഐതിഹ്യം എന്ന് പറയുമ്പോൾ അമ്പലത്തിൻ്റെ ഐതിഹ്യമാണ് ഉദ്ദേശിച്ചത്. അമ്പലത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുമ്പോഴത്തേന് പണ്ടൊരു ഫോറസ്റ്റ് ഏരിയ ആയിരുന്നു. അപ്പം ഈ കന്നുകാലികളെ മേയ്ക്കാൻ വരുന്ന ആൾക്കാർ ഇവിടെ വരികയും അവരുടെ കൂടെ കുറച്ച് ബാലന്മാർ കളിക്കാൻ വരുമായിരുന്നു. അപ്പോൾ കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവർക്കൊരു തേങ്ങ കളഞ്ഞു കിട്ടി. ആ തേങ്ങ കൊണ്ടുവന്നിട്ട് ഒരു പാറക്കല്ലിൽ അടിച്ച് പൊട്ടിക്കാൻ നോക്കിയപ്പോഴത്തേക്കിന് ബ്ലഡ് വരികയും അങ്ങനെ പ്രശ്നം വെച്ച് നോക്കിയപ്പം വനദുർഗ വസിക്കുന്നു എന്നുള്ളൊരു ഐതിഹ്യമാണ് കിടക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഈ വിളക്കെടുക്കുന്നതിനകത്ത് സ്വന്തമായിട്ട് എത്രത്തോളം എഫേർട്ട് എടുക്കാറുണ്ട്? നല്ല എഫേർട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ എത്ര നേരം എടുത്തു ഇങ്ങനെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്തു വരാൻ? ഏകദേശം 3.5 മണിക്കൂർ എടുത്ത്. അപ്പോൾ ഒരു പുരുഷന്റെ വസ്ത്രധാരണയിൽ നിന്ന് പെട്ടെന്ന് മാറി നമുക്ക് ഈ പറയുന്ന പോലെ ഹെയർ ഗ്രോത്ത് ഒക്കെ ഉള്ളതല്ല. അപ്പം അത് തന്നെ കളയുക എന്നുള്ളത് അതിനേക്കാൾ പണിപ്പെട്ടൊരു പണിയാണ്. നല്ലൊരു പണിയാണ്. ഓൾറെഡി ഞാൻ ഇന്നലെ എടുത്തതാണ്. അപ്പം ഇന്നും ഷേവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊക്കെ ഉണ്ട്. എന്നാലും നമ്മൾ ഈ മേക്കപ്പ് ഒക്കെ വെച്ചിട്ട് ബാലൻസ് ചെയ്യും. അപ്പോൾ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിലേക്ക് മാറുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്? ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. എൻജോയ് ചെയ്യാറുണ്ട്. വേറൊരു ട്രാൻസിഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അതിനെ മറ്റുള്ളവർ നോക്കി പബ്ലിക്കിന്റെ ഒരു റെസ്പോൺസ് കാണുമ്പോഴാണ് കുറച്ചും കൂടെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. ഈ പറയുന്ന പോലെ പബ്ലിക് എന്ന് പറയുന്ന അത് 2 രീതിയിലുണ്ടല്ലോ. നല്ലതുപോലെ ഒരു പോസിറ്റീവ് വൈബിൽ കാണുന്ന ആൾക്കാരുമുണ്ട്, നെഗറ്റീവായിട്ട് എടുക്കുന്ന ഓഫ്കോഴ്സ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ എന്തായാലും ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ. തീർച്ചയായിട്ടും ഞങ്ങളുമായിട്ട് ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പം നല്ലത് സംഭവിക്കട്ടെ. വീണ്ടും കാണാം.